ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടകൻ. എടാ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 10 MCQ ക്വസ്റ്റ്യൻസ്, അതും SCRT ബേസ്ഡ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ SCRT ബോർഡ് എക്സാം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് വടക്കൻ വന്നിട്ടുള്ളത്. ദാ പിടിച്ചോ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പരിപാടി തീർക്കുന്നതാണ്. യെസ്, ഹിയർ ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2,5,8 എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്, സമാന്തര ശ്രേണിയുണ്ട്. ഈ സമാന്തര ശ്രേണിയിലെ ടേം ആയത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എടാ, ഇതിന്റെ കോമൺ ഡിഫറൻസ് ആരാ? കോമൺ ഡിഫറൻസ് 3 ആണ് അല്ലേ? നമ്മൾ ഇവിടെ സെക്കൻഡ് ടേം എടുക്കുന്നു. സെക്കൻഡ് ടേം ആരാ? സെക്കൻഡ് ടേം 5 ആണ്. ആ 5 എടുത്തുകാണ്ട് അതിലുള്ള ഏതെങ്കിലും ഒരു ടേമിന് എടുത്താൽ മതി കേട്ടോ. യെസ്, നമ്മളിപ്പോൾ തൽക്കാലം അതിൽ 5 എന്ന് പറയുന്ന ടേമിന് എടുത്തുകാണ്ടിട്ട് നമ്മൾ എന്താക്കുന്നു? കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 എത്ര 3 ഉണ്ട്? 5 3 1 ടൈംസ് ആണ് 3, ബാക്കി റിമൈൻഡർ 2. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ 22നെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. 22നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. യെസ്, 22നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? 22ൽ എത്ര 3 ഉണ്ട്? 7 ടൈംസ് ആണുള്ളത്. ദാറ്റ് ഈസ് 21. ബാക്കി റിമൈൻഡർ 1. റിമൈൻഡർ 1 ആണോ വേണ്ടത്? അല്ല, ഇവിടെ റിമൈൻഡർ വന്നിരിക്കുന്നത് 2 ആണ്. ഇവിടെ റിമൈൻഡർ 2 വന്നാലേ അത് ടേം ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ 1 എന്ന് പറയുന്നത് ടേം ആണോ? അല്ല, റിമൈൻഡർ 1 വന്നതുകൊണ്ട് ടേം അല്ല, റിമൈൻഡർ സെയിം വരണം. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഞാൻ 32നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3ൽ 3 1 ടൈംസ് 3, ബാക്കി റിമൈൻഡർ 0. 2ൽ 3 പോവോ? ഇല്ല, 0 ടൈംസ് 0, ബാക്കി റിമൈൻഡർ 2. കിട്ടിപ്പോയി. ഇവിടുത്തെ റിമൈൻഡറും 2, ഇവിടുത്തെ റിമൈൻഡറും 2. റിമൈൻഡർ സെയിം ആയാൽ അതിനർത്ഥം എന്താണ്? അത് ടേം ആണ് എന്നാണ്. റിമൈൻഡർ സെയിം ആയാൽ അതിനർത്ഥം എന്താണ്? അത് ടേം ആണ് എന്നാണ്. അതായത് 32 എന്ന് പറയുന്നത് എന്താണ്? ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ടേം ആണ്. സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. 8th ടേം ഓഫ് an arithmetic sequence is 25. ആയിക്കോട്ടെ. 12th ടേം ഓഫ് an arithmetic sequence is 30. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ 16th ടേം? 16ാമത്തെ ടേം എന്താണ് എന്നാണ്. 16ാം പദം എന്താണെന്നാണ് ചോദിച്ചത്. എടാ, ഇവിടെ നോക്കടാ. 8ാമത്തെ ടേമിൽ നിന്നും 12th ടേമിലേക്ക് 4D 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ ഇവിടെ എത്ര കൂടി? 5 കൂടി. അപ്പൊ 12ാമത്തെ ടേമിൽ നിന്നും 16ാമത്തെ ടേമിലേക്ക് 4D കൂട്ടിയാൽ 30ാമത്തെ ടേമിൽ നിന്നും എത്ര കൂടും? 5 കൂടും. 30നോട് 5 കൂടും. 30നോട് 5 കൂടിയാൽ 35. സോ ദ ആൻസർ ഈസ്, എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ദ ആൻസർ ഈസ് 35. വീണ്ടും ഓപ്ഷൻ ബി. സെറ്റ് അല്ലേ? യെസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. 4,10,16 എന്ന് പറയുന്ന ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ആരെന്നാണ് ചോദിച്ചത്. എടാ, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കൂട്ടി പോകുന്ന ആൾക്കാർ. സോ സെക്കൻഡ് ടേമിൽ നിന്നും നിങ്ങൾ എന്താക്കിയാൽ മതി? ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 - 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഒരു വീണ്ടും ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ AB എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്, അല്ലെങ്കിൽ വ്യാസമാണെന്ന് വ്യക്തമാണ്. ഈ AB വ്യാസമാണെങ്കിൽ ഈ സിയിലുണ്ടാക്കിയ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സി എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആണ്. ഓൺ ദ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കടാ? 90 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ആംഗിൾ 45 ആണ്, ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ മറ്റേ ആംഗിൾ ഓട്ടോമാറ്റിക്കലി എത്ര ഡിഗ്രി ആവിടാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഇത് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. 45 റേഷ്യോ ഏതാടാ? 1:1:√2. യെസ്, 45ന്റെ ഓപ്പോസിറ്റ് 5 ഉണ്ട്. അപ്പൊ മറ്റേ 45ന്റെ ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? 5 ആയിരിക്കും. 90യുടെ ഓപ്പോസിറ്റ് ആരായിരിക്കും? 5√2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ. ലെങ്ത് ഓഫ് PR-ന്റെ ലെങ്ത്, 90യുടെ ഓപ്പോസിറ്റ് ഉള്ളതിന്റെ ലെങ്ത്, അത് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 5√2. ഓപ്ഷൻ ബി. കുഴപ്പമുണ്ടോ? യെസ്, ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന്. യെസ്, ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ പോയിന്റ് ബിലോ ഈസ് ഓൺ ദ ലൈൻ ത്രൂ 2,5. 2,5 എന്ന് പറയുന്ന പോയിന്റ് ഇതാ വിടാട്ടോ. അതിലൂടെ സാറ് ലൈൻ വരയ്ക്കുന്നു. യെസ്, ഈ ലൈനിലുള്ള പോയിന്റ് ഏതാന്നാ ചോദ്യം. എടാ, 0,5 എന്ന് പറഞ്ഞാൽ വിടാം. 0,5 എന്ന് പറഞ്ഞാൽ വിടാട്ടോ. അടുത്ത് 2,0 അത് വിടാം, കുഴപ്പമില്ലല്ലോ. അടുത്തത് 5,0 എന്ന് പറയുമ്പോൾ 5,0 വിടാം. അടുത്ത എന്താണ്? 5,2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2,5 പോകുന്ന ലൈൻ. അല്ല സാർ ഇങ്ങനെ ലൈൻ പോകുമല്ലോ. അങ്ങനെ ലൈൻ പോവും, പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താണെന്നറിയോ? പാരലൽ ടു എക്സ് ആക്സിസാ. പാരലൽ ടു എക്സ് ആക്സിസിൽ ഏത് ലൈനേ ഉള്ളൂടാ? പാരലൽ ടു എക്സ് ആക്സിസ് ഈ ലൈനാണ്. അതിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. സോ അത് ഏതാണ്? ഈ പോയിന്റിന് പറയുന്ന പേരെന്താണ്? 0,5 ആണ്. സോ ദ ഓപ്ഷൻ 0,5 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, വിച്ച് ഓഫ് ദ നമ്പർ below can be the difference of two terms of an arithmetic sequence? എടാ 10, 16, 22, എക്സെട്ര എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആരാണ്? 6 ആണ്. അപ്പൊ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തായാലും 6ന്റെ മൾട്ടിപ്പിൾ ആവണം. 6ന്റെ എന്താവണം? മൾട്ടിപ്പിൾ ആവണം. അപ്പൊ 40 എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ അല്ല, 51 എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ അല്ല, 28 എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ആരായിരിക്കും കറക്റ്റ് ആൻസർ? 48 എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 8 into 6 അല്ലെങ്കിൽ 6 into 8 എന്ന് പറഞ്ഞാൽ 48 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. യെസ് 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 നമ്മൾ അവസാന ക്വസ്റ്റ്യനിലേക്ക് എടുക്കുകയാണ്. യെസ്, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 24. ഇൻറേഡിയസ് എന്ന് പറയുന്നത് 2 ആണ്. ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, R ഈസ് ഈക്വൽ ടു A/S എന്ന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, എസ് എന്ന് പറയുന്നത് എന്താണ്? പെരിമീറ്ററിന്റെ പകുതിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 24/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 12. എസ് എന്ന് പറയുന്നത് 12 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കിയേ. ആറും നമുക്കറിയാം, എസും നമുക്കറിയാം. എ കണ്ടുപിടിക്കണം. പറ്റും. R into S ഈസ് ഈക്വൽ ടു എ എന്ന് പറ്റും. കാരണം ഡിവൈഡഡ് ബൈ എസ് ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. R എന്ന് പറഞ്ഞാൽ 2 into S എന്ന് പറഞ്ഞാൽ 12 ഈസ് ഈക്വൽ ടു ഏരിയ. 2 into 12 എത്രയാടാ? 24 ആണ്. സോ ഏരിയ ഈസ് ഈക്വൽ ടു 24 സെന്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ് യെസ് യെസ്. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചോളൂ. ദ ടാൻജന്റ് ടു എ സർക്കിൾ ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ്. ഒരു സർക്കിൾ ഉണ്ട്. അയ്യോ, സർക്കിളൊക്കെ വട്ടത്തിലായി. യെസ്, ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ പുറത്തൊരു പോയിന്റ് ഉണ്ട്. ഈ സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റ് ഒന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജന്റ് ആർ ഈക്വൽ. ഇവിടുന്ന് ഒരു പോയിന്റ് നമുക്ക് 2 ടാൻജന്റേ വരയ്ക്കാൻ പറ്റുള്ളൂ. അത് ഈക്വൽ ആണ്. ശരിയാണല്ലോ. ഈ പോയിന്റും ഈ പോയിന്റ്, ഈ പറയുന്ന 2 ടാൻജന്റ് എന്താണ്? ലെങ്ത് ഈക്വൽ ആണ്. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ ഒന്നാമത്തെ ശരിയാണ് കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്, ദ ടാൻജന്റ് ത്രൂ എ പോയിന്റ് ഓൺ ദ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയാമീറ്റർ. ഒരു സർക്കിൾ ഉണ്ട്. അയ്യോ, സർക്കിളൊക്കെ ഓവലായി പോയി. ദാ പിടിച്ചോ. ഒരു സർക്കിൾ വരയ്ക്കൂ. എന്താ സാറേ, സാറ് സർക്കിൾ വരയ്ക്കാൻ പഠിച്ചില്ലേ? എസ് സർക്കിൾ വരച്ചു, അതിലൊരു ഡയാമീറ്റർ വരച്ചു. ആ ഡയാമീറ്റർ അറ്റത്തോടെ ഒരു ടാൻജന്റ് വരച്ചു. ഈ ടാൻജന്റും ഡയാമീറ്ററും തമ്മിൽ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. അങ്ങനല്ല സാറേ, 2 സ്റ്റേറ്റ്മെന്റ് ശരി. അപ്പോൾ അത് തെറ്റാ. അടുത്ത് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്. അതും അല്ല സാറേ, 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. 2 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് എ റീസൺ ഓഫ് 1. അല്ല, ഇത് റീസൺ ഒന്നുമല്ല. 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ റീസൺ ഒന്നുമല്ല. സോ ഓപ്ഷൻ സി ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും ഒക്കെ എന്താണ്? തെറ്റാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ട് ദ റീസൺ എന്നാണ്. നോട്ട് റീസൺ അല്ല എന്നുള്ളതാണ്. യെസ്, അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പറയുകയാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലുള്ള പോയിന്റിന്റെ പ്രത്യേകത എന്താടാ? എക്സ് ആക്സിസിലുള്ള പോയിന്റിന്റെ പ്രത്യേകത ആദ്യം ഒരു നമ്പർ ഉണ്ടാവും, പിന്നൊരു 0 ഉണ്ടാവും. അതായത് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വൈ കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ വൈ കോർഡിനേറ്റ് 0 വരുന്ന ഒറ്റ ഉള്ളൂ. സോ ദ ഓപ്ഷൻ ഈസ് 2,0 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ, നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു 10 MCQ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് സാർ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ സെൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RKNX.